ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ എനിക്കോർമ്മ വരും. അപ്പോൾ ശംഖുപുഷ്പം, ഇന്ന് നമുക്ക് ശംഖുപുഷ്പത്തിനെ കുറിച്ച് പരിചയപ്പെടാം. നമ്മുടെ വേലിപ്പൊത്തിലൊക്കെ കാണുന്ന നമ്മുടെ ശംഖുപുഷ്പേ, അതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിറ്റോറിയ ടെനേറ്റി എന്നാണ്. ഇതിന് ഈ പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകളുടെ ജനനേന്ദ്രിയമായ യോനിയുടെ ഭാഗമായ ക്ലിറ്റോറിയ, അതായത് ക്രിസരി, ആ രൂപമുള്ളതുകൊണ്ടാണ്, ഈ പൂവിന് ആ രൂപമുള്ളതുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണം. ആയുർവേദത്തിൽ ഇത് മാനസികമായ ആരോഗ്യത്തിനും രോഗത്തിനും ഒക്കെ മരുന്നായി ശംഖുപുഷ്പം വളരെയധികം ഉപയോഗിക്കാറുണ്ട്. ശംഖുപുഷ്പം എന്ന് പറഞ്ഞ സാധനം ചില്ലറ സാധനമല്ല കേട്ടാ. പിന്നെ ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയോ? ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ആണ് അവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ചെറിയ ഇലകളും നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് കളറുള്ള വെള്ള കളറുള്ള പൂവുകളായിട്ടാണ് ഇത് ഉണ്ടാവുക. ഇതിന് ബ്ലൂ പിജിയൻ വിങ്സ് എന്നും വൈറ്റ് പിജിയൻ വിങ്സ് എന്നൊക്കെ പേരുണ്ട് കേട്ടോ. ഇത് പിന്നെ നന്നായി ഉണക്കി പൊടിച്ച് ചായ രൂപത്തിൽ കുടിക്കാം. നല്ല നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും നല്ല രീതിയിൽ എന്താ പറയുക, ഒരു ഉന്മേഷം കിട്ടാനൊക്കെ ഈ ഒരു ടീ സഹായിക്കും. ഇത് മറ്റേ ചെടിയിൽ നിന്ന് പറിച്ചെടുത്തിട്ട് ഇതിൻ്റെ പിന്നിലത്തെ ആ ഞെട്ടി പൊട്ടിച്ച് കളഞ്ഞിട്ട് ഈ പൂവിട്ട് തിളപ്പിക്കുക. ഇല്ലെങ്കിൽ ഇത് ഉണക്കി പൊടിച്ചിട്ടും ആയാലും നമുക്ക് ചായ ഇട്ട് കുടിക്കാം. നല്ലൊരു മരുന്നായിരിക്കും. പിന്നെയുള്ളതാണ് വെള്ള ശംഖുപുഷ്പം. വെള്ള ശംഖുപുഷ്പം മെയിനായിട്ട് അതിൻ്റെ വേരിനാണ് വില. വേരിന് നല്ല വിലയുണ്ട്. ആ വേര് കൊണ്ട് പല ഉപയോഗങ്ങളുണ്ട്. അത് ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ കുട്ടികൾക്ക് ഈ എന്താ പറയുക, കഫം കെട്ട് എന്നുള്ള സാധനങ്ങൾക്കൊക്കെ, കഫം കെട്ട് അതുപോലെ കുറുങ്ങൽ, അതിനൊക്കെ ഇതിൻ്റെ വേര് പാലിലരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വയറിളകി പോയി കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഇതുകൊണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ ബുദ്ധിശക്തി വർദ്ധിക്കും, ധാരണാശക്തി കൂടും. നല്ല 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 കാരണങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.